സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജു ആണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, ഇപ്പോൾ ഈ 18-ാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി 20 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അതിന്റെ പ്രയോജനം എന്താണ് ശരിക്കും? തീർച്ചയായിട്ടും കായികമായിട്ടുള്ള അവരുടെ ഒരു പ്രവൃത്തി അവർക്കൊരു സഹായകരമാണ്. 20 മിനിറ്റ് ആകുമ്പോൾ കൂടുതൽ സമയം അവരവിടെ നിൽക്കേണ്ടി വരുന്നു. അവർക്ക് കായികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു. 15 മിനിറ്റ് ആകുമ്പോൾ അതിൻ്റെ ആ ഒരു കഠിനമായ പ്രയത്നം കുറവുണ്ട്. അതിന്റെ ഗുണം ശരിക്കും ഈ അയ്യപ്പ ഭക്തർ കൂടുതൽ കയറാൻ സാഹചര്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. സ്വാമിമാരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ നമ്പർ നമുക്ക് മുകളിലേക്ക് കയറ്റാൻ പറ്റും. ഒരു മിനിറ്റിൽ 80 ആളുകൾ കയറിയാലേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവർ കൂടുതൽ സമയം തളർന്നു പോയി കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് കൊടുക്കുന്ന സമയം കുറയും. അങ്ങിപ്പോൾ അവിടെ നിന്ന് പരിശോധിക്കുന്നത് കണ്ടു. ഒരു മിനിറ്റിൽ ഇപ്പോൾ എത്ര ഭക്തർ വരെ കയറുന്നുണ്ട്? ഇപ്പം ഞാൻ നോക്കുമ്പോൾ 76 വരെ ഇപ്പോൾ കയറിയുള്ളൂ. അത് മാളികപ്പുറങ്ങൾ പ്രായ ആളുകൾ വരുമ്പോൾ കുറച്ച് കുറയും. ഇപ്പോൾ 76. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അവരുടെ ഒരു കഴിവ് നോക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ വലിയ നടപ്പന്തലിലും ഒപ്പം തന്നെ ഫ്ലൈ ഓവറിലൊന്നും തീരെ തിരക്ക് കാണുന്നില്ല. അത് പോലീസിന്റെ ഈ ഒരു അറേഞ്ച്മെന്റ്സ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോപാനത്ത് നമ്മൾ സ്വാമിമാരുടെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അവർ സോപാനം തൊഴുതും മുടങ്ങുന്ന. അപ്പോൾ അതിന് ആ മൂവ്മെന്റിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഓപ്പോസിറ്റ് ആളുകളും തൊഴുവായിരുന്നു. VIP ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാളുകളും പ്രത്യേക. അപ്പോൾ ആളുകൾ അത് ഒഴിവാക്കി കിടക്കണം. അപ്പോൾ ഒഴിവാക്കിയപ്പോൾ ഈ മൂവ്മെന്റ്സ് ഒരിക്കലും കട്ടാകുന്നില്ല. അപ്പോൾ തൊഴിൽ സ്വാമികൾ നേരെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ തിരക്ക് അനുഭവപ്പെടാത്തത്. കഴിഞ്ഞ ദിവസം വനത്തിനുള്ളിൽ നിന്നും 2 പേരെ സംശയാസ്പദമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ചില ഉപകരണങ്ങളൊക്കെ കണ്ടെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത്? ഇതുവരെ അങ്ങനെയില്ല. തീർച്ചയായിട്ടും ഇവിടെ സ്വാമിമാർ ദർശനം വരാമെങ്കിൽ വെർച്വൽ ക്യൂ വേണം, അല്ലെങ്കിൽ അവരുടെ ആധാർ കാർഡ് വേണം. ഈ 2 പേരുടെയിലും യാതൊരു തെളിവുകളുമില്ല. ആധാർ കാർഡില്ല, ID കാർഡില്ല. അവർ എന്തിനാണ് ഇവിടെ വന്നതിനൊരു എക്സ്പ്ലനേഷൻ തരാത്തതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഫോറസ്റ്റിൽ നമുക്കറിയാം, ഫോറസ്റ്റിലേക്ക് നമ്മൾ കടന്നു കയറാൻ പാടില്ല. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ചാണ് നമ്മൾ സ്വാമിമാർ ഇവിടെ തൊഴാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ ഇല്ലാത്തതുകൊണ്ടും അവരുടെയിലും മറ്റെന്തോ ചില സംശയമായ ആയുധങ്ങളെന്തോ കണ്ടുകൊണ്ടാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത്. 18-ാം പടിയിൽ പോലീസ് സ്വാമിമാരുടെ ഡ്യൂട്ടി സമയം 20 മിനിറ്റിൽ നിന്നും 15 മിനിറ്റായി കുറച്ചതിലൂടെ കൂടുതൽ അയ്യപ്പ ഭക്തരെ 18-ാം പടി കയറ്റിവിടാൻ 1 മിനിറ്റിൽ സാധിക്കുന്നുണ്ട് എന്നാണ് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജു വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ സന്നിധാനം.